ആദരണീയരായ വിശിഷ്ടാതിഥികളെ, ബഹുമാനപ്പെട്ട ശ്രീകുമാർ മുഖത്തല സാർ, അസറ്റ് ഹോംസ് കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരമ്പരയിലെ 33ാമത്തെ പ്രഭാഷണത്തിൻ്റെ ദിവസമാണെന്ന്. ബിയോണ്ട് സ്ക്വയർ ഫീറ്റിൻ്റെ 33ാമത്തെ എഡിഷനാണ് ഇന്ന് ഈ വേദിയിൽ നടക്കുന്നത്. എല്ലാ വർഷവും പുതുവത്സരത്തോടനുബന്ധിച്ച് അസറ്റ് ഹോംസ് നിർവഹിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് സമുച്ചയങ്ങളിലെയും കമ്മ്യൂണിറ്റി ലിവിംഗ് സ്പേസുകളിലെയും ഫോയർ ഡെക്കറേഷൻ കോൺടെസ്റ്റിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഇന്നിവിടെ നടക്കുന്നുണ്ട്. ഇന്ന് മാർച്ച് 22-ാം തീയതി ലോക ജലദിനമാണ്. ഏകദേശം 750 കോടിയോളം വരുന്ന മാനവ സമൂഹത്തിൻ്റെ ജീവൻ്റെ സ്വപ്നങ്ങൾക്ക് നനവയേകുന്ന ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും നിലനിൽക്കുന്നത് ആ ഒരു നനവിലാണ് എന്ന് നമ്മളെ തിരിച്ചറിയിക്കുന്ന ജലത്തിൻ്റെ പേരിലും നമ്മളൊരു ദിവസം ആഘോഷിക്കുകയാണ്. ഭൂമിയും പ്രകൃതിയും പ്രപഞ്ചവും എല്ലാം നമ്മുടെ മാതാവാണ് എന്ന് കണക്കാക്കി സ്വന്തം പാദം അതിൽ സ്പർശിക്കുന്നതിന് ക്ഷമ ചോദിക്കുന്ന ഒരു സംസ്കൃതിയുടെ പിൻതലമുറക്കാരാണ് ഭാരതീയർ. ഈ വിശ്വാസത്തിൻ്റെ പ്രതിഫലനമാണ് ഊർജ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും പ്രകൃതി വിഭവങ്ങളുടെ ഉപഭോഗത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും വനവൽക്കരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതിൻ്റെ സംരക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അസറ്റ് ഹോംസ് ഉയർത്തിപ്പിടിക്കുന്ന സുസ്ഥിര വികസനം എന്ന മുദ്രാവാക്യം. നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പുറത്ത് സാമൂഹ്യ പ്രതിബദ്ധത നമ്മുടെ മുഴുവൻ കാഴ്ചപ്പാടുകൾക്കും ഊന്നൽ നൽകണമെന്ന വിശ്വാസം അസറ്റ് ഹോംസ് ഉയർത്തിപ്പിടിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. കേരളത്തിലെ വിവിധ നഗരങ്ങളിലെ ആശുപത്രികളുമായി സഹകരിച്ച് അവിടെ ജനിക്കുന്ന ഓരോ പെൺകുഞ്ഞിനും ഒരു തേക്ക് മരം ആദ്യ ഉപഹാരമായി നൽകുക എന്ന ട്രീധൻ എന്ന പദ്ധതി തന്നെ ഞങ്ങളുടെ ഈ രംഗത്ത് ശക്തമായിട്ടുള്ളൊരു കാൽവയ്പ്പാണ്. പ്രമുഖ ഗാന്ധിജാവും പ്രക്ഷേപകനും പ്രഭാഷകനുമായിട്ടുള്ള ശ്രീകുമാർ മുഖത്തല സാറാണ്. കൊല്ലം ജില്ലയിലെ മുഖത്തലയിൽ ജനിച്ച അദ്ദേഹം കോഴിക്കോട് ഫാത്തിമ മാതാ കോളേജ് പഠനം പൂർത്തിയാക്കുകയും ആകാശവാണിയുടെ കോഴിക്കോട്, തിരുവനന്തപുരം, നാഗർകോവിൽ, കൊച്ചി, കവരത്തി നിലയങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും തിരുവനന്തപുരം ആകാശവാണിയിൽ അസിസ്റ്റന്റ് പ്രോഗ്രാം ഡയറക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ്. നിരവധി ഗ്രന്ഥങ്ങളും പുരസ്കാരങ്ങളും നേടിയിട്ടുള്ള ഗ്രന്ഥങ്ങൾ എഴുതുകയും പുരസ്കാരങ്ങൾ നേടുകയും ചെയ്തിട്ടുള്ള അദ്ദേഹത്തെ വിശദമായിട്ട് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഈ വേദിയിലേക്ക് അസറ്റ് ഹോംസിന്റെ പേരിലൂടെ കൂടിയിരിക്കുന്ന കോട്ടയത്തെ ജനാവലിയുടെ പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അസറ്റ് ഹോംസ് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ പരമ്പരയിൽ 33ാമത്തേത് ചെയ്യാനുള്ള അവസരമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. വളരെ സന്തോഷം. ഇവിടെ അദ്ദേഹം പറഞ്ഞു, ഈ പ്രഭാഷണ പരമ്പരയിൽ നേരത്തെ പങ്കെടുത്തിട്ടുള്ളത് ശശി തരൂർ പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നല്ലേ, സുനിൽ പി ഇളയിട, ആലങ്കോട് ലീലാകൃഷ്ണൻ, ഇങ്ങനെയുള്ള ആളുകളൊക്കെ ധാരാളം പങ്കെടുത്തിട്ടുണ്ട്. അതിലാണ് എനിക്ക് അവസരം ലഭിച്ചിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ലോകത്ത് പൊതുവേ തന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു നിലവാര തകർച്ച ഉണ്ടോ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് നമ്മൾ, അല്ലേ? അതെ, പൊതുവേ ഒരു നിലവാര തകർച്ച. നമ്മൾ പഠനത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പണ്ട് പഠിച്ചിരുന്ന കാലം എത്ര ഗംഭീരമായിരുന്നു, ഇപ്പോൾ വിദ്യാഭ്യാസത്തിനൊന്നും പഴയ നിലവാരമില്ല എന്ന് നമ്മൾ പറയും. നമ്മൾ ജലദിനമാണ്. കുടിവെള്ളത്തെ കുറിച്ച് പറഞ്ഞാൽ കുടിവെള്ളത്തിന് പണ്ടത്തെ ക്വാളിറ്റി ഇല്ല. നിങ്ങൾക്ക് കിണറിൽ നിന്ന് നേരിട്ടൊരു കുറച്ച് വെള്ളം കോരി നേരിട്ട് കുടിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് വളരെ സവിശേഷമായിട്ടുള്ള ഒരു സന്ദർഭമാണ്. ഞാൻ ഈ ആകാശത്തിന് കീഴിൽ നിന്ന് സംസാരിച്ചിട്ട് ഒരുപാട് നാളായി. ഞാൻ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് പഠിക്കുന്ന കാലത്ത്. ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ, അതൊക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ ഞാൻ അങ്ങനെയുള്ള കാലത്തൊക്കെ ധാരാളം തെരുവുകളിൽ നിന്ന് സംസാരിക്കുക, ജനങ്ങളോട് വളരെ നേരിട്ട് ഇടപെടുക, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പ്രഭാഷണങ്ങളൊക്കെ ആകാശത്തിന് താഴെ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തകരാണ് നിന്ന് സംസാരിക്കുക. അല്ലാത്ത പ്രഭാഷണങ്ങളൊക്കെ നമ്മൾ ഏകദേശം ഓഡിറ്റോറിയങ്ങൾക്കകത്തായി ആകാശം കണ്ടുകൊണ്ട് സംസാരിക്കാനുള്ള സാധ്യതയില്ലാതായി. നിങ്ങൾക്കും ഒരു വിശാലത നൽകും. ഏതെങ്കിലും ഒരു 4 ചുവരുകൾക്കകത്തിരുന്ന് അതിൻ്റെ അസ്വാതന്ത്ര്യത്തിലിരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഒരു വിശാലത അനുഭവപ്പെടും ആകാശത്തിൻ്റെ സാന്നിധ്യത്തിലാവും. നമ്മൾ ഒട്ടും തിരിച്ചറിയാത്ത സാന്നിധ്യങ്ങളാണ് ഇതൊക്കെ. ജലത്തിൻ്റെ സാന്നിധ്യം നമ്മളെപ്പോഴും തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഈ പഞ്ചഭൂതങ്ങൾ എന്ന് നമ്മൾ പറയുന്ന ഉണ്ടല്ലോ, ഉള്ളൂര് കവിതയിൽ എഴുതിയിട്ടുണ്ടല്ലോ, പൃഥ്വപ്തേജോ വായുവാകാശങ്ങൾ. പൃഥ്വി എന്ന് പറഞ്ഞാൽ എന്താ? ഭൂമി. പഞ്ചഭൂതങ്ങളിൽ നിന്ന് നമ്മൾ വിളിക്കുന്ന ഈ 5 സംഭവങ്ങളുടെ
അതിൻ്റെ കൂടിച്ചേരലും അതിൻ്റെ പലതരത്തിലുള്ള കലർപ്പുമെല്ലാം ചേർന്നിട്ടാണ് ഈ ജീവൻ നിലനിൽക്കുന്നത്, ജീവിതം നിലനിൽക്കുന്നത്, നമ്മളൊക്കെ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മൾ അതിൻ്റെ ഒന്നും സാന്നിധ്യം തിരിച്ചറിയുന്നില്ല. നമ്മൾക്ക് ജലത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ ഇത് ജലമാണ് എന്ന് വിചാരിച്ച് നമ്മൾ ജലത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുന്നില്ല. ഭൂമിയാണ് എന്ന് കരുതി ഭൂമിയുടെ സാന്നിധ്യവും തിരിച്ചറിയുന്നില്ല. ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുക? ഇത് നമ്മളെ ഏതെങ്കിലും തരത്തിൽ ഭയപ്പെടുത്തുമ്പോൾ, നമ്മൾ ആഘാതങ്ങൾ കൊണ്ട് മാത്രമാണ് ഈ പഞ്ചഭൂതത്തെ തിരിച്ചറിയുന്നത് എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നു. നേരത്തെ സാറിവിടെ ഭൂമിയെ വണങ്ങിക്കൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത് എന്ന് പറഞ്ഞില്ലേ? അത് എല്ലാ കാലത്തും അതിന് ഈ പഞ്ചഭൂതങ്ങളെ നേരിട്ടറിഞ്ഞിരുന്ന, നിങ്ങളോട് ഏതെങ്കിലും ഒരു ദേവിയോ ദേവനോ നേരിട്ടിടപെട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് ഒരാൾക്കും അറിഞ്ഞൂടെ. എനിക്കെന്താ ഞാൻ സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തു കേട്ടോ. ഞാൻ ഇപ്പോഴും ആകാശവാണി പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു. ആകാശവാണിക്കാർ കേൾക്കാത്തത് കൊണ്ട് കുഴപ്പമില്ല. ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. കഴിഞ്ഞ ഏപ്രിലിൽ ഞാൻ സർവീസിൽ നിന്ന് വിരമിച്ചു. അങ്ങനെ തോന്നാതിരിക്കാൻ വേണ്ടി ഞാൻ കൃത്യമായിട്ട് ഡൈയൊക്കെ ചെയ്താണ് ജീവിക്കുന്നത്. അപ്പോൾ കണ്ടാൽ അങ്ങനെ 60 വയസ്സായി എന്ന് തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ട കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മളുടെ കയ്യിലുള്ള ഏറ്റവും അടിസ്ഥാന വികാരം ഭയമാണ്. നമ്മൾ ധീരനാണ് എന്നൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ എപ്പോഴാണ് പേടിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാതെയാണ് നമ്മളുടെ ഉള്ളിൽ ഏറ്റവും അടിയിൽ, നമ്മളുടെ ഈ മനസ്സിന്റെ ഏറ്റവും അടിയിൽ ഭയം വർദ്ധിക്കുന്നത്. എല്ലാ സമയത്തും ഭയമുണ്ട്. എന്തിനെയൊക്കെ ഭയന്നാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് കുത്തിയിരുന്ന് ആലോചിച്ച് നോക്കി നമുക്ക് മനസ്സിലാവും എന്തിനെയൊക്കെ നമ്മൾ പേടിക്കുന്നുണ്ട്. നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മൾ അറിയാത്ത അനേകം ഭീതികളുടെ നടുവിലാണ് ജീവിക്കുക. അതെന്തുകൊണ്ട് ആ ഭീതി വരുന്നതിന്റെ കാരണം, നമ്മൾ എല്ലാ ജീവജാലങ്ങളും ഭയന്നാണ് ജീവിക്കുന്നത്. ഒരു ജീവജാലങ്ങളും സംതൃപ്തിയോടുകൂടി സന്തോഷത്തിലല്ല ജീവിക്കുന്നത്. അത് മറക്കുന്നത് കൊണ്ടാണ്. എപ്പോഴാണ് നമുക്ക് പ്രാണന് ഭീഷണി ഉണ്ടാവുന്നത്, ആ സമയത്ത് നമ്മളുടെ ആദിമ ഭയം നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉണർന്നു വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. എല്ലാ ജീവികൾക്കും ഭയമുണ്ട്. നിങ്ങളെ കാണുമ്പോൾ വന്യമൃഗങ്ങൾക്ക് ഭയം ഉണ്ടാവുന്നത്, നിങ്ങളെ കാണുമ്പോൾ ചെറിയ ജീവികൾക്ക് ഭയം ഉണ്ടാവുന്നതൊക്കെ ഈ അടിസ്ഥാനപരമായ ഭയം ഉള്ളിലുള്ളത് കൊണ്ടാണ്. മനുഷ്യനെന്ന് പറയുന്ന ഈ ബുദ്ധി വികാസം പ്രാപിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന മനുഷ്യനെന്ന മൃഗത്തിനും ആദിമ വികാരം ഭയമാണ്. അടിസ്ഥാനപരമായി ഭയമാണ്. എന്തിനാണ് ഭയം? നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുമോ, നമ്മളുടെ സുസ്ഥിതിക്ക് തടസ്സമുണ്ടാകുമോ എന്നുള്ളതാണ് ഭയം. അതുകൊണ്ടാണ് നമ്മൾ ധാരാളം കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. എന്തുകൊണ്ടാണ് അസറ്റ് ഹോംസിന്റെ ഒരു പുതിയ പ്രോജക്റ്റ് വരുമ്പോൾ അത് വാങ്ങാമെന്ന് വിചാരിക്കുന്നത്? കൂടുതൽ സൗകര്യങ്ങളും കൂടുതൽ സുരക്ഷിതത്വവും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. പരസ്യവാചകങ്ങളൊക്കെ വിശ്വസിച്ചിട്ടാണ്. നമ്മൾ പറയുന്നു ഇതിന് സുസ്ഥിരതയുണ്ട്, ഇത് നമുക്ക് കൂടുതൽ സൗകര്യങ്ങൾ തരുന്നതാണ്, എനിക്ക് കൂടുതൽ സുരക്ഷിതത്വം തരുന്നതാണ് എന്ന ഭയത്തെ അതിജീവിക്കാനാണ് നമ്മൾ കൂടുതൽ മെച്ചപ്പെട്ട ആവാസ സൗകര്യങ്ങളെ അന്വേഷിക്കുന്നത്, താമസ സൗകര്യങ്ങളെ അന്വേഷിക്കുന്നത്. ആദിമ ഭീതിയാണ്. അപ്പൊ എല്ലാത്തിനെയും ഭയക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും ഭയക്കുന്നു. പേടിയോട് പേടി. മനുഷ്യന് ഈ ബോധമുണ്ടാകുന്നത് വരെ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ബാക്കി എല്ലാ ജീവികൾക്കും പേടി സഹജാവ ബോധമാണ്. അവരുടെ ഇൻസ്റ്റിങ്റ്റിനനുസരിച്ചാണ് പേടി ഉണ്ടാകുന്നത്, ഇൻസ്റ്റിങ്റ്റിനനുസരിച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്, ഇൻസ്റ്റിങ്റ്റിനനുസരിച്ചാണ് ഇണ ചേരുന്നത്. ബാക്കി എല്ലാ ജീവികളും അങ്ങനെയാ ചെയ്യാം. മനുഷ്യൻ മാത്രമാണ് ഏതോ ഒരു സന്ദർഭത്തിൽ നമുക്ക് ബോധം ഉണ്ടായിപ്പോയി. എങ്ങനെയാണ് ഉണ്ടായത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായ ഉത്തരവൊന്നുമില്ല. പക്ഷെ ബോധമുണ്ടായി. ഈ വലിയ കവിയായി തീർന്നത് എന്ന് പറയാം. പരമപ്രകാശത്തിന്റെ ഒരു ബിന്ദു മനുഷ്യന്റെ നെറുകയിൽ വീണു, ഈ ജീവിവർഗത്തിന്റെ നെറുകയിൽ വീണു. അല്ലെങ്കിൽ ഏറ്റവും അശക്തനും ഏറ്റവും ദുർബലനും ഭൂമിയിലെ ഒരു കാലാവസ്ഥയ്ക്കും സൗകര്യത്തിനും അനുസരിച്ച് ജീവിക്കാൻ കഴിയാത്തവനുമായിട്ടുള്ള ഒരു ജീവി. നമ്മൾ ആളുകൾ ഭയങ്കര തൊലിക്കട്ടിയുള്ള ആളുകളാണെന്ന് പറയുന്ന ആൾക്കും തൊലിക്കട്ടിയില്ല കേട്ടോ. അവരുടെ ചർമ്മത്തിന് തീരെ കാഠിന്യമില്ല. നിങ്ങൾക്ക് വലിയ ഒരു ആഘാതത്തെ നേരിടാൻ വേണ്ട കരുത്തില്ല ശരീരത്തിന്. നമ്മളിങ്ങനെ ഞെട്ടി ഉറപ്പിച്ചൊക്കെ നിൽക്കുമ്പോൾ പുറകിൽ കൂടെ വന്ന് തലക്കൊരു അടി വന്നാൽ അപ്പം തീർന്നു നമ്മളുടെ കാര്യം. കാല് അടി, നല്ല വൈറൽ ഫീവർ വന്നാൽ വീണു പോകാവുന്നതാണ് ലോകത്തെ ഏറ്റവും മഹാശക്തിമാൻ. അത്രയ്ക്ക് ദുർബലനാണ്. അപ്പൊ ഈ ആലോചനയുടെ ഭാഗമായിട്ട് മനുഷ്യനുണ്ടായ ഭീതികളൊക്കെ ആദ്യം ഉണ്ടായത് ആധാരമില്ലാതെ ജീവിക്കുക കേട്ടോ. നമ്മളെപ്പോലെ വീടൊന്നും വെച്ച് ജീവിക്കുകയല്ല. ഇര തേടേണ്ടി വരുമ്പോൾ നമുക്ക് വന്യമൃഗങ്ങളുമായിട്ട് സംഘർഷമുണ്ടാവും. നമ്മൾ കാലാവസ്ഥയ്ക്കും ഭൂപ്രകൃതിക്കും അനുസരിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ സകലതിനെയും ഭയക്കണം, എല്ലാറ്റിനെയും പേടിക്കണം. ആ പേടിക്കേണ്ടത് എങ്ങനെ എന്നറിഞ്ഞുകൂടാതെ പേടിച്ചു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ആരാധന ആരംഭിക്കുന്നത്. അതുവരെ ദൈവമൊന്നുമില്ല കേട്ടോ. അതുവരെ ദൈവമൊന്നുമില്ല. ഞാനൊരു നിരീശ്വരവാദിയൊന്നുമില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഒരു വലിയ ഗാഠവിശ്വാസിയുമല്ല. പക്ഷെ
അപ്പൊ ഈ ദൈവം എന്ന കൺസെപ്റ്റ് ഒക്കെ ഉണ്ടാവുന്നത് അങ്ങനെയാണ്, നമുക്കറിയില്ല. അപ്പൊ നമ്മൾ എന്തിനെയൊക്കെ ആരാധിച്ചു? കാറ്റിനെ ആരാധിച്ചു, വെള്ളത്തെ ആരാധിച്ചു, പർവ്വതങ്ങളെ ആരാധിച്ചു, നദികളെ ആരാധിച്ചു. അപ്പൊ നമുക്ക് നിയന്ത്രണമില്ലാത്ത സകലതിനെയും നമ്മൾ ആരാധിക്കാൻ ശ്രമിച്ചു. അപ്പൊ നമ്മുടെ ഏറ്റവും ആദിമമായ സ്ക്രിപ്ചേഴ്സ് എന്ന് പറയുന്നത്, നമ്മളുടെ രചനകൾ എന്ന് പറയാവുന്ന ലോകത്തെ എല്ലാ സംസ്കാരങ്ങളിലും ഉണ്ടായിട്ടുള്ളത് ഈ ഭയത്തെ അതിജീവിക്കണമേ എന്ന പ്രാർത്ഥനയാണ്. എല്ലാം പ്രാർത്ഥനയാണ്. അപ്പൊ ഋഗ്വേദം എന്ന് പറയുന്നത് നമ്മളുടെ ഇന്ത്യയിലെ ഏറ്റവും പുരാതനമായി നമുക്ക് ലഭ്യമായിട്ടുള്ള രചന ഋഗ്വേദമാണ്. ആ ഋഗ്വേദം നമ്മളോട് അത് മുഴുവൻ പ്രാർത്ഥനയാണ്. ഓരോ ഋഷിമാര് പ്രാർത്ഥിക്കുകയാണ്. അവർ നമ്മളുടെ ഇന്നത്തെ കാലത്തെ ദൈവങ്ങളെ അല്ല പ്രാർത്ഥിച്ചത്. അതിനകത്ത് നിരവധി ദൈവങ്ങളുണ്ട്. അതിനകത്ത് മഴ പെയ്യിക്കുന്ന ജലത്തിന്റെ ദേവതമാർ ഒന്നിലധികമുണ്ട്. ഒരു ജലത്തിന്റെ ഒരു ദേവത വരുണനാണ്, അയാൾ സമുദ്രത്തിന്റെയും ജലത്തിന്റെയും ദേവനാണ്. ഇന്ദ്രൻ എന്ന് പറയുന്ന ദേവന്മാരുടെ രാജാവായിട്ടുള്ള ഇന്ദ്രൻ, അയാൾ മഴ പെയ്യിക്കുന്ന ആളാണ്, മഴയുടെ ദേവനാണ്. മിത്ര എന്നും ഒരു ദേവൻ, മഴയുടെ ദേവന, ജലത്തിന്റെ ദേവന. ഇവരെയൊക്കെ പ്രാർത്ഥിച്ചിട്ട് എന്റെ കന്നുകാലി സമ്പത്തിന് ദോഷമുണ്ടാക്കരുതേ, എന്റെ കൃഷി നന്നായിട്ട് നടന്നു പോകണമേ, എന്റെ കൃഷിയിടങ്ങളെ മഴ പെയ്യിച്ച് നീ വെള്ളത്തിൽ മുക്കിക്കളയരുത് എന്നൊക്കെ പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയിൽ നിന്നാണ് നമ്മളുടെ വളർച്ച ഉണ്ടാകുന്നത്. അതിൽ നിന്ന് പിന്നീടാണ് നമുക്ക് ആലോചന ഉണ്ടാകുന്നത്. ആ ആലോചനയാണ് നമ്മളെ പിന്നീട് ഈ പഞ്ചഭൂതങ്ങളെ മെരുക്കിയെടുത്ത് നമ്മളുടെ ജീവിതത്തിന് അനുഗുണമായിട്ട് കൊണ്ടുപോകണമെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. നമ്മളുടെ ജീവിതം ട്രയൽ ആൻഡ് എററാണ്. നിങ്ങൾ വിചാരിക്കുന്നത് അന്തിമമായ ഒരു ഉത്തരവുമില്ലാത്ത ഒരു യാത്രയാണിത്. അന്തിമമായ ഒരു ഉത്തരവുമില്ലാത്ത യാത്ര. നമുക്കപ്പോൾ എല്ലാറ്റിനെ കുറിച്ചും നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കുക. മനുഷ്യന്റെ ഏറ്റവും വലിയ സിദ്ധി അതായിരുന്നു. എല്ലാ കാലത്തും വലിയ സിദ്ധി അതാണ്. ആലോചന കൊണ്ടാണ്. ഏറ്റവും ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, നമ്മൾ ഈ സ്ഥലം കാണുമ്പോൾ ഇത് വലിയ വലിയ തട്ടായിട്ടുള്ള, ഒരിക്കലും ഒരു വീട് വയ്ക്കാൻ പറ്റാത്തതാണ് എന്ന് തോന്നാവുന്ന പല പ്രാതികൂല്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ഇത്. ഒരുപാട് പ്രതികൂലാവസ്ഥകളുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇവിടെ കുറച്ച് വില്ലകൾ വെച്ചാൽ എന്താണ്, ഇങ്ങനെയൊക്കെ ചെയ്ത ആ ആലോചന ഉണ്ടല്ലോ, അത് ആലോചനയുടെ ഒരു ഘട്ടം മാത്രമാണ്. അപ്പൊ ആ ആലോചന ഇങ്ങനെ നടക്കുന്നു. അപ്പൊ അങ്ങനെ ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ കൃതികൾ ഉണ്ടാകുന്നത്. ആലോചിച്ചതിന്റെ ഫലമായിട്ടാണ് ജീവിതം ഉണ്ടാകുന്നത്. അപ്പൊ ആ ജീവിതത്തിൽ നിന്നാണ് നമ്മൾ ഓരോന്നിന്റെയും നമ്മളുടെ ഈ ജീവിക്കാൻ വേണ്ട അടിസ്ഥാന ഘടകങ്ങളുടെ ഒരു എന്തൊക്കെയാണ് അതെന്നും എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടതെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. എനിക്ക് ഞെട്ടിപ്പോയി. ഞാൻ ഇദ്ദേഹം സിവിൽ എഞ്ചിനീയറിംഗ് പഠിച്ചു, പിന്നെ IIM-ൽ നിന്ന് പഠിച്ചു, വിദേശ രാജ്യങ്ങളിൽ പോയി ഡിപ്ലോമയൊക്കെ എടുത്തു. ഞാൻ അങ്ങനെ വളരെ പേടിച്ചാണ് ഇരിക്കുന്നത്. കാരണം എനിക്ക് അങ്ങനെയുള്ള ശാസ്ത്ര വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് സ്കൂളിലൊക്കെ പഠിച്ചതല്ലാത്ത ഒരു ശാസ്ത്രം, അതിനപ്പുറത്തേക്കുള്ള ഒരു ശാസ്ത്രവും അറിഞ്ഞൂടാ. നിങ്ങൾ ഇത്തവണത്തെ പ്രഭാഷണം ഒരു അറിവില്ലാത്ത ആളെ കൊണ്ട് നടത്തിക്കണം എന്നാണ് നിങ്ങളുടെ യോഗം. അതാണ് എനിക്ക് പക്ഷെ എൻ്റെ ഒരു താല്പര്യം, ഞാൻ പഠിച്ചതൊക്കെ ധനതത്വശാസ്ത്രമാണ്. ഞാൻ ഫാത്തിമ കോളേജിൽ പഠിച്ചു എന്ന് നേരത്തെ പറഞ്ഞില്ല. കൊല്ലം ഫാത്തിമ കോളേജിൽ പഠിച്ചത് ഞാൻ 7 വർഷവും ഞാൻ പഠിച്ചത് ഇക്കണോമിക്സ് ആണ് പഠിച്ചത്. പക്ഷെ അതിൽ ഒരു വരി പോലും തലയിലോട്ട് കയറരുതെന്നും അത് ജീവനോപാധിയാക്കരുതെന്നുമായിരുന്നു എൻ്റെ തലയിലെഴുത്ത്. അതുകൊണ്ട് ഞാൻ സാഹിത്യമായിരുന്നു എനിക്ക് അന്നേ താല്പര്യം. അതുകൊണ്ട് ഞാൻ എഴുത്തും വായനയും ഭാഷയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് എല്ലാ കാലത്തും പ്രവർത്തിച്ചത്. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആകാശവാണി ജോലി കിട്ടിയത്. ആകാശവാണിയിൽ ജോലി കിട്ടാനുള്ള കാരണം എനിക്ക് കണക്കറിഞ്ഞുകൂടാ എന്നുള്ളതായിരുന്നു. ആകാശവാണിയിൽ ജോലി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല, എനിക്ക് കണക്കറിഞ്ഞുകൂടാ. അപ്പോ ബാക്കി ഏത് ടെസ്റ്റിനും കണക്കുണ്ട്. ഞാൻ എഴുതിയ ഈ പരീക്ഷ ആകാശവാണിയുടെ ഫീഡർ കേഡറിലേക്ക്, ഈ ഓഫീസർമാരുടെ കേഡറിലേക്ക് കയറുന്ന ആദ്യത്തെ പോസ്റ്റിലേക്ക് കയറാനുള്ള പരീക്ഷയ്ക്ക് അന്ന് കണക്കുണ്ടായിരുന്നില്ല. അതിനകത്ത് ഈ ടെസ്റ്റ് ഓഫ് റീസണിങ് എന്ന് പറയുന്ന 4 ചിത്രം കൊടുത്തിട്ട് 5ാമത്തെ ചിത്രം എന്തായിരിക്കും എന്ന് ചോദിക്കുന്ന പരിപാടിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് ഞാനൊരു 500 ചെയ്തു കഴിഞ്ഞപ്പോൾ എനിക്ക് സാമാന്യ ഒരു ധാരണയായി, 4 ചിത്രം കഴിഞ്ഞാൽ ഈ ചിത്രമായിരിക്കും. അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ജോലി കിട്ടിയത് കേട്ടോ. ഞാൻ ബാങ്ക് ടെസ്റ്റ് എഴുതിയിട്ട് എൻ്റെ നെഗറ്റീവ് മാർക്ക് കൊണ്ടാണ് അന്നത്തെ സെർവറുകൾ തകരാറിലായിട്ടുള്ളത്. അത്രയ്ക്ക് മോശമായിരുന്നു അതുമായി ബന്ധപ്പെട്ട എൻ്റെ ജീവിതം. അപ്പം എനിക്ക് കണക്കറിഞ്ഞുകൂടാ. പക്ഷെ കണക്കറിഞ്ഞുകൂടാത്ത ആൾക്കും ഭൂമിയിൽ കണക്കിനനുസരിച്ചാണ് ജീവിക്കുക, അല്ലേ? അങ്ങനെയാണ് ജീവിക്കുക. അപ്പൊ നമ്മളുടെ ഞാൻ പറഞ്ഞു വന്നത്, എനിക്ക് ഇതിന്റെയൊക്കെ ഈ സാഹിത്യ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ അറിയാവൂ എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വന്നത്. ജലത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മളെല്ലാം പീഡിപ്പിക്കുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ഇതിൽ 80% രോഗാണുക്കളെ വഹിക്കാനുള്ള സാധ്യതയുണ്ട്. മനുഷ്യർക്കാണെങ്കിൽ ഈ നമ്മുടെ ഭൂഗർഭ ജലം എന്ന് പറയുന്നത് വളരെ തുച്ഛമായിട്ടുള്ള ജലമേ ഉള്ളൂ. അത് തന്നെ ധാരാളം തരത്തിൽ ചൂഷണം ചെയ്തിട്ട് ഇനി കുടിവെള്ളം ഉണ്ടാവില്ല. കുടിവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമായിരിക്കും ഇനി വരാൻ പോകുന്നത്. ഇങ്ങനെ നമ്മൾ ഈ വെള്ളത്തെക്കുറിച്ച് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അതൊരു വാസ്തവമാണ്. നിങ്ങളിപ്പോൾ ഇറാനിൽ യുദ്ധം നടക്കുന്നുണ്ട്. നിങ്ങൾ ഇറാനിലെ യുദ്ധം
യുദ്ധം നടക്കുമ്പോൾ അവിടെ ഈ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ തൃശ്ശൂർ പൂരത്തിന് കതിന പൊട്ടുന്നത് പോലെ ഈ മിസൈൽ വന്ന് വീഴുന്നത് കണ്ടു മാത്രമല്ല കേട്ടോ. അവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം, അവിടെ നേരത്തെ തന്നെ ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം, തെഹ്റാനിൽ വളരെ വർഷങ്ങളായിട്ട് കടുത്ത ജലക്ഷാമമാണ്. നേരത്തെ തന്നെ കടുത്ത ജലക്ഷാമമുള്ള സ്ഥലമാണ് തെഹ്റാൻ. ആളുകൾ യുദ്ധം കൊണ്ടല്ല അഭയാർത്ഥികൾ പോയിട്ടുള്ളത്, അവിടെ നിന്ന് ജലക്ഷാമം കൊണ്ട് വെള്ളമുള്ള സ്ഥലം അന്വേഷിച്ച് ആളുകൾ യാത്ര ചെയ്യുന്ന അഭയാർത്ഥികളായി പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. അവിടെയാണ് യുദ്ധവും കൂടെ സംഭവിച്ചത്. അവിടെ യുദ്ധവും കൂടെ സംഭവിക്കുമ്പോൾ നേരത്തെ തന്നെ ഇത്രയേറെ വലിയ ഗുരുതരമായിട്ടുള്ള പ്രതിസന്ധികൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, ജലപ്രതിസന്ധി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് യുദ്ധം കൂടി ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജലലഭ്യതയുടെ സ്ഥിതി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവിടെ അങ്ങനെ നമുക്ക് വെള്ളത്തെക്കുറിച്ച് ഒരിക്കലും സമാധാനപരമായി ഒന്നും ഓർക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കും, ഈ പുസ്തകം വായിക്കാനുള്ള ഒരു ശീലം ഉണ്ടായില്ലെങ്കിൽ എന്നെ നൈരാശ്യം ബാധിച്ച്, ഞാൻ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ട്രെൻഡ് അനുസരിച്ച് ഡിപ്രഷൻ ബാധിച്ച് ഞാൻ എന്നെ ചികിത്സ ആരംഭിച്ചാണ്. നമ്മളെ രക്ഷിച്ചു നിർത്തുന്നതല്ല ഈ ഭൂതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടമാണ്. നമ്മൾ പഴയ കാലത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിൽ ഉണ്ടായിരുന്ന ചില സമൃദ്ധികളെ കുറിച്ച്, അവർ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിയെ സ്നേഹിച്ചതിനെ കുറിച്ച്, അവർ പഞ്ചഭൂതങ്ങളെ ആദരിച്ചതിനെ കുറിച്ചൊക്കെയുള്ള നിരവധി അറിവുകൾ നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ട് നമ്മൾ അതുകൊണ്ടൊക്കെ മുമ്പോട്ട് പോകാമെന്നാണ് നമ്മൾ വിചാരിക്കുക. അപ്പോ വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്നു. 2 തരം ഋതുക്കൾ ഒരേ വനസരോവരത്തിൽ, സരോവരം എന്ന് പറഞ്ഞാൽ തടാകം, ഒരേ വനസരോവരത്തിൽ തടാകത്തിൽ കുളിക്കാനിറങ്ങുന്നു. അപ്പൊ ഈ ഭൂമിയുടെ മഹത്തായിട്ടുള്ള ഒരു സവിശേഷതയാണ്. ഒരേ സമയം വസന്തവും ശിശിരവും കുളിക്കാനിറങ്ങുന്ന വനസരോവരമാണ്. അവിടെ നിന്റെ പടിപ്പുരവാതിലിൽ ഞാൻ എൻ്റെ മുറി കൂടി പണിയിച്ചോട്ടെ എന്ന്. അങ്ങനെയുള്ള ഈ വലിയ പ്രപഞ്ചസുന്ദരമായിട്ടുള്ള പ്രപഞ്ചത്തിന്റെ വലിയ അന്തരീക്ഷത്തിൽ, പ്രപഞ്ചം എന്നൊക്കെ പറഞ്ഞാൽ സങ്കല്പിക്കാൻ കഴിയുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് കേട്ടോ. പ്രപഞ്ചത്തെ അങ്ങനെ സങ്കല്പിക്കാനൊന്നും എളുപ്പമല്ല. നിങ്ങൾക്ക് കോട്ടയത്തെ മൊത്തമായിട്ട് സങ്കല്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ വലിയ പ്രയാസമാണ്. കോട്ടയം മുഴുവൻ ഇവിടെ ഇരുന്നുകൊണ്ട് നിങ്ങൾ ഈ കോട്ടയത്തിന്റെ ഒരു വിസ്തൃതി എന്താണെന്ന് ആലോചിച്ച് മനസ്സിൽ സങ്കല്പിക്കാൻ പ്രയാസമാണ്. കേരളത്തെക്കുറിച്ച്, കേരളം ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങളിൽ ഒന്നാണ്. അതിനെ നമുക്ക് ആലോചിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയെക്കുറിച്ച് ആലോചിക്കാൻ പ്രയാസം, ലോകം അതിനേക്കാൾ പ്രയാസം. അപ്പൊ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിക്കുക എന്നാൽ എന്തായിരിക്കും? അപ്പൊ പ്രപഞ്ചത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഈ പ്രപഞ്ച മന്ദിരത്തിന്റെ മുമ്പിൽ ഒരു മുറി കൂടി പണിയിച്ചോട്ടെ എന്ന്. അപ്പൊ അത്തരം ഒരു ചിന്തയുടെ വളർച്ച ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് നമുക്ക് നേരെ ജീവിക്കാൻ കഴിയുക. ചിന്തയില്ലാതെ നമ്മൾ ജീവിക്കുന്നതിന്റെ, അതുകൊണ്ടാണ് നമുക്ക് ഈ പ്രകൃതി ചൂഷണം എന്ന് പറയുന്നത്. ചിന്തയില്ല. നമ്മൾ മരം മുറിക്കാൻ ആരംഭിക്കുമ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വെളുപ്പിച്ച് പോവുകയാണിങ്ങനെ. അപ്പൊ നമുക്ക് ചിന്തയില്ല, ഇത് മുറിക്കുന്നുണ്ട് എന്തുണ്ടാവും. സുഗതകുമാരി ടീച്ചർ കേരളത്തിൽ മുഴുവൻ വനനശീകരണത്തിനെതിരെ, എന്തിനാണ് വനം നശിപ്പിക്കാതിരിക്കുന്നത്? വനം നശിപ്പിക്കാതിരിക്കുന്നത് തടി സംരക്ഷിക്കാൻ വേണ്ടിയിട്ടില്ല, ജലം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സംസ്കൃതത്തിൽ അങ്ങനെ നിഘണ്ടുക്കളില്ല. സംസ്കൃതത്തിലെ പ്രധാന നിഘണ്ടു അമരകോശം എന്ന് പറയുന്ന നിഘണ്ടുവാണ്. അത് മുഴുവൻ പദ്യം പോലെ പര്യായ പദങ്ങൾ. അതിനകത്ത് ജലത്തിന്റെ പര്യായം പറയും. അതിനകത്ത് ജലത്തിന്റെ ഒരു പര്യായം വനം എന്നാണ്. ജലത്തിന്റെ ഓരോ പര്യായത്തിനും ഓരോ അർത്ഥമുണ്ട്. അങ്ങനെ സംസ്കൃതത്തിലെ വാക്കുകൾക്കെല്ലാം അങ്ങനെ പ്രത്യേകം അർത്ഥമുണ്ട്. ആളുകളുടെ പേരൊക്കെ അങ്ങനെ അർത്ഥം അറിഞ്ഞിട്ടാണ് ഇട്ടിരുന്നത്. ഇപ്പൊ ഒരാളെ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് ദുര്യോധനൻ എന്നാണ്. വാക്കിന്റെ അർത്ഥം എന്താ? ചീത്ത യുദ്ധം ചെയ്യുന്നവൻ എന്നാണ്. ആയോധനം എന്ന് പറഞ്ഞാൽ യുദ്ധം, ചീത്ത യുദ്ധം ചെയ്യുന്നവൻ. അയാളുടെ തന്നെ പേരാണ് സുയോധനൻ എന്ന് കുട്ടിക്കൃഷ്ണമാരാർ പറയാം. അയാൾക്ക് തന്നെ മറ്റൊരു പേര് കൂടിയുണ്ട്, സുയോധനൻ എന്ന് പറഞ്ഞാൽ വാക്കിന്റെ അർത്ഥം എന്താ? നല്ല യുദ്ധം ചെയ്യുന്നവൻ എന്നാണ്. അപ്പൊ നല്ല യുദ്ധം ചെയ്യുന്നവനും ചീത്ത യുദ്ധം ചെയ്യുന്നവനും ഒരാൾ തന്നെയാണ്. അയാളിൽ തന്നെ നല്ല യുദ്ധം ചെയ്യുന്നയാളും ചീത്ത യുദ്ധം ചെയ്യുന്നയാളും അടങ്ങിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയാം. അപ്പൊ ഈ വാക്കുകൾക്ക്, സംസ്കൃതത്തിലെ വാക്കുകൾക്കൊക്കെ പ്രത്യേകം അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ആളുകൾക്ക് അറിഞ്ഞ് അന്ന് പേരിടുന്നത്. ഇപ്പൊ കൃഷ്ണൻ എന്ന് പേരിട്ടിരിക്കുന്നത് കറുത്ത ആളായതുകൊണ്ടാണ് കേട്ടോ. കറുത്ത ആളായതുകൊണ്ടാണ്. പാഞ്ചാലിക്ക് കൃഷ്ണ എന്ന് പേരിടാൻ കാരണം കറുത്ത സുന്ദരിയായിരുന്നതുകൊണ്ടാണ്. ശരിക്കും ദ്രൗപദി എന്ന് വിളിക്കുന്ന ദ്രുപദന്റെ മകളായതുകൊണ്ടാണ്. അപ്പൊ അങ്ങനെയാണ് പേരുകൾ ഇട്ടിരുന്നത്. നമ്മളിപ്പോഴാണ് പ്രത്യേകിച്ച് ഏത് രാജ്യത്തും പേരിടാവുന്നവര് മുൻപു ടുട്ടു എന്നൊക്കെ പേരിടാൻ ആരംഭിക്കുന്നത്. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. കുട്ടിക്ക് എങ്ങനെ വേണേ ജീവിക്കാം. പേരൊരു ഭാരമല്ല. ധർമ്മപുത്രൻ എന്ന് പേരിട്ടതുകൊണ്ട് മാത്രം ധർമ്മം പാലിക്കാൻ നിർബന്ധിതനാകുന്ന ഒരാളെ പോലെ നമ്മൾ, എൻ്റെ മോള്, അവൻ വളരെ വലിയ പയ്യനാണ് കേട്ടോ, 33 വയസ്സുണ്ട്. എൻ്റെ മകളും അവനായിട്ടൊരു 9 വയസ്സിന്റെ വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പോൾ അവനെ വിളിച്ച് ശീലിച്ചത് ടുട്ടു എന്നാണ്. ഞാൻ
ടിട്ടു എന്നാണ് അവളെ വിളിക്കുക. ടുട്ടു എന്നല്ല, ടിട്ടു. ഞാനെപ്പോഴും അവളോട് ചോദിക്കും എന്തിനാണ്. അപ്പോൾ അവളും ചെറിയ പ്രായത്തിൽ വിളിക്കാൻ എളുപ്പം ഉണ്ടായിരുന്നുണ്ടോ മറ്റോ അങ്ങനെ വിളിച്ചു തുടങ്ങിയതാണ്. പക്ഷെ അർത്ഥമൊന്നുമില്ല. അപ്പൊ ഈ സംസ്കൃതം പോലെയുള്ള നമ്മളുടെ ഭാഷ നമ്മൾ പണ്ടേ തന്നെ ശ്രദ്ധിച്ചത് ഇതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ് കണ്ടിട്ട് അതിനനുസരിച്ച് അതിന്റെ അർത്ഥം മാറ്റുകയാണ്. ഇപ്പൊ ജലം എന്ന് പറയുന്നതിന് പല പല പയോധരം പയോധം എന്ന് പറയും നമ്മള് സമുദ്രത്തെ. പയോധം എന്ന് പറഞ്ഞാൽ എന്താ? പയസ് എന്ന് പറഞ്ഞാൽ വെള്ളം. ആ വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് പയോധം എന്ന് പറയുന്നത്. മേഘത്തെ പയോധരം എന്ന് പറയും. പയസ് എന്ന് പറഞ്ഞാൽ പാലെന്ന് അർത്ഥമുണ്ട്. അപ്പോ മേഘത്തിന് പയോധരം എന്ന് പറയും. മേഘത്തെ വെള്ളം തങ്ങി നിർത്തുന്നതാണ്. അത് വന്ന് മഴയായിട്ട് പെയ്യും. അപ്പൊ അങ്ങനെയുള്ള ഒരു സംസ്കാരം നമ്മളുടെ മുമ്പിൽ ഉണ്ടായിരുന്നതിൽ അത് ഞാൻ പറഞ്ഞത് വയലാറിന്റെ കാര്യമാണ്. വയലാർ അത്തരം കാര്യങ്ങളെ വല്ലാതെ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ഒരാളാണ്. പർവ്വതനിരയുടെ പനിനീരാണ്. പർവ്വതനിരയുടെ പനിനീര് എന്ന് പറയുന്നത് എന്തൊരു ഗംഭീരമായിട്ടുള്ള ഒരു ആശയമാണെന്ന് നിങ്ങൾ വിചാരിക്കണം. വെറും പെരിയാറല്ല, അത് പർവ്വതനിരയുടെ പനിനീരാണ്. പനിനീരിന്റെ പ്രത്യേകത വിശുദ്ധിയുണ്ട്, അതിന് നമ്മളെ ശുദ്ധിയാക്കാനുള്ള കഴിവുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള കവികളും എഴുത്തുകാരുമാണ് നമ്മളുടെ ഭാരതത്തിൽ, കേരളത്തിൽ നമുക്ക് ശരിയായ ബോധമുണ്ടാക്കിയത്. ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ കവികളെ കുറിച്ച് പഠിക്കുന്നില്ല എന്നതാണ്. ജലം ഉണ്ടാവാൻ കാരണം എന്താണ്? ജലം ഉണ്ടാവാനുള്ള കാരണം എന്താണ്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. എന്താണ് കാരണം? ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ ധാരാളം കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടാവും. ചിലരെന്നെ വെറുതെ നോക്കിയിരിക്കുന്നുണ്ട്, അവരുടെ മനസ്സിലൊന്നും സംഭവിക്കുന്നുണ്ടാവില്ല. അങ്ങനെയും വരാം. അപ്പോ ജലത്തിന്റെ ആധാരം എന്താ? ശരിക്കും സൂര്യനിൽ നിന്നാണ് അതിന്റെ ആരംഭം. സൂര്യനിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ഈ പ്രപഞ്ചത്തില്, നമ്മുടെ ഈ ഭൂമി എന്ന ഈ ഗോളത്തിന്റെ സകല അംശങ്ങളെയും നിർണയിക്കുന്നത് സൂര്യൻ എന്ന ആധാരം. അത് നമ്മളുടെ മുഴുവൻ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നു. അതുകൊണ്ടാണ് സൂര്യനെ പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് പണ്ട് മുതലേ ആളുകൾ ശ്രമിച്ചത്. സൂര്യനാണ് സകലതിന്റെയും ആധാരം എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ്. സൂര്യനാണ് ആധാരം. അപ്പോ സൂര്യനെ മനസ്സിലാക്കുക. സൂര്യനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ സൂര്യൻ എന്തുകൊണ്ടാണ് ഈ കാലം ഉണ്ടാകുന്നത്? നമ്മളൊക്കെ കാലത്തിന്റെ തടവുകാരല്ലേ? നമ്മളെല്ലാം കാലത്തിന്റെ തടവുകാരാണ്. നമ്മൾ എന്തിന്റെയെങ്കിലും തടവുകാരാണെങ്കിൽ അത് നമ്മൾ സമയത്തിന്റെ തടവുകാരാണ്. പക്ഷേ വീണക്കമ്പുകൾ നീട്ടുകയല്ലേ നവതാരുണ്യം നിൻ തിരുവുടലല്ലയോ അമ്മയായിട്ടുള്ള ഭൂമി, നിന്റെ ശരീരത്തിൽ നവതാരുണ്യം, ഈ ചെറുപ്പം എല്ലാ കാലത്തും നിലനിൽക്കുന്നല്ലോ എന്ന് കവിത എഴുതിയ കവി 1982 ഇനിയും മരിക്കാത്ത ഭൂമി, നിന്നാസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഇത് നിന്റെ എന്റെയും ചരമ ശുശ്രൂഷയ്ക്ക് ഹൃദയത്തിൽ എന്നെ കുറിച്ച ഗീതം എന്ന് എഴുതി. അതെഴുതുമ്പോൾ നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ ഭൂമിയെ മനുഷ്യരെങ്ങനെയാണ് ചൂഷണം ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുകൂടി അദ്ദേഹം എഴുതി. അറിയാതെ ജനനീയ പരിമയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി, പുതിയ കഥ എഴുതുന്ന വസുധയുടെ മക്കൾ ഇവർ വസുധയുടെ വസ്ത്രമുരിയുന്നു, വിപണികളിൽ അവ വിറ്റുമോന്തുന്നു, വിടനഖര മഴുമുനകൾ കേളി തുടരുന്നു എന്ന് അദ്ദേഹം എഴുതി. അറിയാതെ ജനനീയ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി. ഈഡിപ്പസിന്റെ കഥയാണ്. ഈഡിപ്പസ് എന്ന് പറയുന്ന ആളെ ചെറുപ്പത്തിൽ തന്നെ ഒരു ജ്യോതിഷി ജനിച്ചപ്പോൾ തന്നെ ഒരു ജ്യോതിഷി പറഞ്ഞു അയാളുടെ അച്ഛനെ സംഹരിക്കും, അയാളുടെ അമ്മയെ വിവാഹം കഴിക്കുമെന്ന് ജന്മത്തിൽ തന്നെ പറഞ്ഞുകൊണ്ട് ഇയാളെ കൊണ്ടുവന്ന് കൊന്നുകളയാൻ പറഞ്ഞു. പക്ഷെ കൊല്ലാൻ കൊണ്ടുപോയ ആളുകൾ അയാളെ കൊന്നില്ല, വഴിയിൽ ഉപേക്ഷിച്ചു. പക്ഷെ അയാൾ വർഷങ്ങൾക്ക് ശേഷം അടുത്ത രാജാവിന്റെ അടുത്ത് വളർന്നു വന്നിട്ട് അയാൾ അവിടെ ജീവിച്ചു. എന്നിട്ട് ഇവിടെ തിരിച്ച് ഇയാളുടെ നാട്ടിൽ ഇയാൾ വന്നിട്ട് വരുമ്പോൾ ഇയാൾ തിരിച്ച് സ്വന്തം നാട്ടിൽ വന്നു. സ്വന്തം നാട്ടിൽ വന്നിട്ട് ഇയാൾ അച്ഛനാണെന്ന് അറിയാതെയാണ് അച്ഛനെ വധിക്കുകയും അയാളുടെ അമ്മയാണെന്ന് അയാൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അയാൾ അമ്മയാണെന്ന് അറിയാതെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിന്നീട് അത് തിരിച്ചറിയുമ്പോഴാണ് അയാൾ ആത്മഹത്യ ചെയ്യുകയും അമ്മ മരിക്കുകയൊക്കെ ചെയ്യുന്നത്. വലിയ യവന ദുരന്ത കഥയാണ്. അപ്പൊ അതാണ് അയന്നി പറയുന്നത്, അറിയാതെ ജനനീയ പരിണയിച്ചൊരു യവന തരുണന്റെ കഥ എത്ര പഴകി, പുതിയ കഥ എഴുതുന്ന വസുധയുടെ മക്കൾ ഇവർ. ഇവിടെ ഈ വസുധയുടെ മക്കൾ പുതിയ കഥ എഴുതുന്നു. അവർ അമ്മയുടെ വസ്ത്രമുരിയുന്നു, വിപണികളിൽ അവ വിറ്റുമോന്തുന്നു. അമ്മയുടെ വസ്ത്രം എന്താ? ഭൂമിദേവിയുടെ വസ്ത്രം എന്താണ്? ഇവിടുത്തെ ഈ ഹരിതാഭയാണ്, ഈ പച്ചയാണ്. നമ്മളുടെ കാറ്റാണ്, വെളിച്ചമാണ്, തീയാണ്. ഇതെല്ലാം നമ്മൾ ഈ ജലത്തിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതിനെ കണ്ടത്. പക്ഷെ നമ്മൾ അതിനെ കാണാതെ തന്നെ നമ്മൾ വളരെ വിശുദ്ധമായി അതിനെ അല്ലാതെ നാട്ടിൻപുറത്തുകാരൊക്കെ വിചാരിച്ചിരുന്നു. ഞാൻ മുഹത്തല എന്ന് പറയുന്ന സ്ഥലം ഒരു പക്ക നാട്ടിൻപുറമാണ് കേട്ടോ, വളരെ ചെറിയൊരു നാട്ടിൻപുറമാണ്. അപ്പൊ അവിടെ
എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ ഞങ്ങൾ 20 പേരോളം ആ കാലത്തുണ്ടായിരുന്നു. കൂട്ടുകുടുംബത്തിൽ ഞങ്ങൾ 20 പേരോളം ഉണ്ട്. ആ 20 പേർക്കും കൂടി കുറച്ച് ഭൂമിയിൽ മരച്ചീനി കൃഷി ചെയ്യും, മുതിര കൃഷി ചെയ്യും, പയറ് കൃഷി ഇതെല്ലാം ചെയ്യും. അപ്പോൾ അത് വലിയൊരു കിണറാണ്. അവിടുത്തെ കിണറിന് 32 തൊടി ഉണ്ടായിരുന്നു. ഈ തൊടി എന്ന് പറയുന്നത് മീറ്റർ ഒന്നും പറയാൻ എനിക്കറിയില്ല, വലിയ ആഴമുള്ള കിണറാണ്. അപ്പൊ അതിൽ നിന്ന് നമ്മൾ വെള്ളം കോരിയെടുക്കണം. അപ്പൊ ഞാൻ എപ്പോഴും കാണുമ്പോൾ ഈ വീട്ടിൽ വെള്ളം കോരിക്കൊണ്ടേ ഇരിക്കുകയാണ് ആരെങ്കിലും. ഒന്നുകിൽ എൻ്റെ അച്ഛൻ്റെ സഹോദരിമാരോ, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മ, അല്ലെങ്കിൽ എൻ്റെ അമ്മ. ഈ ഇപ്പോഴത്തെ തീം അതാണല്ലോ, ഇത് വാട്ടർ ആൻഡ് ജെൻഡർ എന്നാണല്ലേ, ആ ജെൻഡർ ലിംഗനീതിക്കനുസരിച്ച്. നേരത്തെ ഇവിടെ പറഞ്ഞു എല്ലാ സ്ഥലത്തും ജലക്ഷാമം ഉണ്ടായാൽ അവിടെ സ്ത്രീകളാണ് അനുഭവിക്കുക എന്ന് പറഞ്ഞു. എത്രയോ മുമ്പേ തുടങ്ങി. ജലക്ഷാമം ഇല്ലാത്തവരും സ്ത്രീകളാണ് അനുഭവിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ വീട്ടിലെ വെള്ളം മുഴുവൻ കോരിക്കൊണ്ടിരുന്നത് ഈ സ്ത്രീകളാണ്. രാവിലെ മുതൽ വൈകുന്നത് വരെ ഇതിൽ ആരെങ്കിലും മാറി മാറി വെള്ളം കോരിക്കൊണ്ടേയിരിക്കും. അപ്പോ പക്ഷേ എൻ്റെ അമ്മൂമ്മ അവിടെ നിന്ന് തുണി കഴുകാൻ സമ്മതിക്കുമായിരുന്നില്ല, ആ കിണറ്റിന്റെ കരയിൽ നിന്ന് കുളിക്കാൻ സമ്മതിക്കുമായിരുന്നില്ല. അതിൻ്റെ അടുത്ത് തുളസി ചെടികൾ നടും. തുളസി ചെടികൾ വളർന്നു വന്നു കഴിഞ്ഞാലുള്ള ഗുണം, തുളസി വളരെ വിശുദ്ധമായിട്ട് കരുതുന്നത് കൊണ്ട് ആളുകൾ അങ്ങനെ അതിൻ്റെ അടുത്തേക്ക് പോയിട്ട് തോന്നിയാസങ്ങളൊന്നും ചെയ്യില്ല. അവിടെ പല്ല് വെച്ചിട്ട് അവിടെയൊക്കെ തുപ്പി വയ്ക്കുകയൊന്നുമില്ല, അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പം അങ്ങനെ കണ്ടിരുന്ന ഒരു പാരമ്പര്യത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ പക്ഷെ ഈ ഗംഗയെക്കുറിച്ച് രമണീകൃഷ്ണന്റെ കവിത വായിച്ചിട്ടില്ല, വേദങ്ങളിൽ വെള്ളത്തെക്കുറിച്ച് എന്താ പറയുന്നതെന്ന് അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ വിശുദ്ധമായ, പക്ഷെ അതൊരു സഹജാത ബോധത്തിന്റെ ഭാഗമായി ഈ വീട്ടമ്മമാരൊക്കെ അങ്ങനെ നമ്മളുടെ ജലസ്രോതസ്സുകളെ കണ്ടിരുന്നു. വെള്ളമില്ലാതാവുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ വെള്ളമില്ലാതാവുമ്പോൾ അവിടെ നിന്നാണ് ആളുകൾ വെള്ളം എടുക്കാൻ വന്നുകൊണ്ടിരുന്നത്. ഒരു വെള്ളം പറ്റാത്ത ഒരു കിണറായിരുന്നു. അപ്പോൾ അങ്ങനെ വെള്ളമില്ല. അപ്പൊ കിണറെന്ന് പറയുന്നത് നമുക്ക് വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് കേരളത്തിലൊട്ടാകെ ആഴം കുറഞ്ഞതും ആഴം കൂടിയതായിട്ടുള്ള കിണറുണ്ടായി. തിരുവനന്തപുരം കോർപ്പറേഷൻ കുറെ കാലം മുമ്പ് തിരുവനന്തപുരത്തുണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് താമസിക്കുന്നവരായിരിക്കുമല്ലോ ഇവിടെ പലരും. അപ്പൊ തിരുവനന്തപുരത്തുണ്ടായിരുന്ന മുഴുവൻ കിണറുകളും നികത്തി കളഞ്ഞു. എന്നിട്ട് പൈപ്പ് വെള്ളം മാത്രമാണ് നമുക്കിപ്പോൾ കിട്ടുന്ന സർക്കാരിന്റെ ജലം. കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് തിരുവനന്തപുരത്ത് പല പ്രദേശങ്ങളിലും വെള്ളമില്ല. ടാങ്കറിനകത്താണ് വെള്ളം കൊണ്ടുവരുന്നത്. ഏത് സ്ഥലത്തു നിന്നാണ് ഈ വെള്ളം കൊണ്ടുവരുന്നതെന്ന് ആർക്കും അറിഞ്ഞൂടാ. ഇത് ശുദ്ധമാണോ അശുദ്ധമാണോ എന്നറിഞ്ഞുകൂടാത്ത വിധത്തിൽ നമ്മൾ നഗരത്തിൽ സ്വാഭാവികമായിട്ടുള്ള ജലസ്രോതസ്സുകളെ നമ്മളുടെ ഏതെങ്കിലും തരത്തിലുള്ള താൽക്കാലിക ലാഭത്തിന് വേണ്ടി പ്രതിരോധിച്ചിട്ട് നമ്മൾ ആ സ്വാഭാവിക സ്രോതസ്സുകളെ അടച്ചു കളഞ്ഞിട്ട് നമ്മൾ കൃത്രിമ സ്രോതസ്സുകളെ ആശ്രയിക്കുകയും ആ കൃത്രിമ സ്രോതസ്സുകൾ ഏത് സമയവും നിലച്ചു പോകാവുന്ന അവസ്ഥയുണ്ടാകുന്നു. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ നാളെ ദുഃഖിക്കും എന്നാണ് എല്ലാവരും പറയുക. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ പറയാമെന്നേ ഉള്ളൂ. സ്നാപക യോഹന്നാൻ പറഞ്ഞതുപോലെ ഇത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത് എന്നാണ്. ഇത് മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന വാക്കുപോലെയാണ്. ഇതിനൊരു ഫലമുണ്ടാകുന്ന അത് നമ്മൾ അനുഭവിച്ചാൽ മാത്രമേ പഠിക്കൂ എന്നുള്ളത് മനുഷ്യന്റെ ഒരു കാര്യമാണ്. പേടിപ്പിച്ചാൽ പഠിക്കും. നമ്മൾ റോഡിൽ അമിത വേഗത പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ പോകില്ല. പക്ഷെ ക്യാമറ വെച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നമ്മൾ പതുക്കെ പോകും. ക്യാമറ ഇല്ലാത്ത സ്ഥലം നമ്മൾ നേരത്തെ മനസ്സിലാക്കി വെച്ചാൽ അവിടെ അമിത വേഗതയിൽ പോകും. അപ്പൊ നമുക്ക് ശിക്ഷിക്കുമെന്ന ഭയം കൊണ്ട് മാത്രം നന്നാവുന്ന ഒരു ജീവിയായി നമ്മളുടെ മനുഷ്യർ അങ്ങനെ നിലനിൽക്കുന്നു. അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ബോധം ഉണ്ടാക്കണം. നമുക്കൊന്നും എൻ്റെ പ്രായത്തിൽ, ഇപ്പം എനിക്കിപ്പോൾ 60 വയസ്സായി, എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്കൊന്നും ഇനി ഈ തരം ബോധമൊന്നും ഉണ്ടാവാൻ വലിയ പ്രയാസമാണ്. പക്ഷെ നമ്മൾ കുഞ്ഞുങ്ങളെ ബോധം ഉണ്ടാക്കാനാണ് സത്യം പറഞ്ഞാൽ പരിശ്രമിക്കേണ്ടത്. അവരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ തരം കാര്യങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുവരാൻ ഞാൻ പറയുന്നത് അസറ്റ് ഹോംസിന്റെ അവിടെയുള്ള കുട്ടികളെയൊക്കെ ഒരുമിച്ച് ചേർക്കാൻ പറ്റുമെങ്കിൽ, ട്യൂഷൻ ഉണ്ടെങ്കിൽ രക്ഷിതാക്കൾ പിള്ളേരെ വിടില്ല. പിള്ളേരുടെ ഭാവി നന്നാക്കിയേ അടങ്ങുമെന്ന് നിർബന്ധമുള്ള ഒരേ ഒരു ജനവിഭാഗമാണ് കേരളത്തിലുള്ള മനുഷ്യർ. പിള്ളേരുടെ ഭാവി നമ്മളാണ് തീരുമാനിക്കുക എന്ന് വിചാരിച്ചിട്ടുള്ള ആളുകളാണ്. എന്നോടാരും പിണങ്ങുമൊന്നും ചെയ്യരുത് കേട്ടോ. എൻ്റെ പിള്ളേരുടെ ഭാവി പിന്നെ ഇയാൾ നോക്കുമെന്ന് ചോദിച്ചാൽ എനിക്ക് പറ്റില്ല കേട്ടോ. അപ്പോൾ എന്നാലും ഞാൻ പറയാണ്, പക്ഷെ നമ്മൾ അങ്ങനെ ഒരു എല്ലാ കുട്ടികൾക്ക് നമ്മൾ എല്ലാ ജനലും വാതിലും അടച്ചിട്ടിരിക്കുകയാണ്. നമ്മൾ അവർക്ക് ഒരു അറിവും അവരുടെ പാഠപുസ്തകത്തിൽ അല്ലാത്ത ഒന്നും അകത്തേക്ക് പ്രവേശിക്കാതിരിക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കുന്ന ഒരു സമൂഹമാണ്. നമ്മൾ പിള്ളേർ അച്ഛനെ തല്ലാൻ ഇറങ്ങുന്നു, അച്ഛനെ ചീത്ത വിളിക്കുന്നു, മുതിർന്ന ആളുകളോട് ബഹുമാനം ഇല്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മളതിന് പരിതപിച്ചിട്ടൊന്നൊരു കാര്യമില്ല. എന്തുകൊണ്ടാണ് നമ്മൾ അവർക്ക് വിശാലമായ ഇതുപോലെ ഒരു ആകാശം അവർക്ക് കാണാൻ അവസരമില്ല. ആകാശം കണ്ടിട്ട് ഒരുപാട് നാളായിട്ടുള്ള ആളുകളാണ് ബഹുഭൂരിപക്ഷവും. ആകാശമേ കാണാത്ത ആളുകളാണ്. അത് പോട്ടെ. അപ്പൊ ഈ കുഞ്ഞുങ്ങളിലേക്ക് നമ്മളുടെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ലൈഫ് പോലെയാണല്ലോ. നമ്മൾ ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഇതുപോലെ വില്ലകളിൽ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം കുട്ടികളെ വിളിച്ചു കൂട്ടിയിട്ട് അവരെ മനഃപൂർവ്വം പഠിപ്പിക്കാൻ ശ്രമിക്കാതെ അവരിലേക്ക് സ്വാഭാവികമായിട്ട് എങ്ങനെ ഈ അറിവ് എത്തിച്ചു കൊടുക്കാൻ പറ്റും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം.
നമ്മുടെ ഈ ഗുരുകുല സമ്പ്രദായം എന്നൊക്കെ പറയുന്നതിൽ വർഷത്തിൽ വളരെ കുറച്ച് ദിവസമേ പഠിപ്പിക്കുമായിരുന്നുള്ളൂ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നത് ഗുരുകുല സമ്പ്രദായത്തിൽ സാന്ദീപനിയുടെ അടുത്ത് കൃഷ്ണനെയും കുചേലനെയും കൂടെ കൊണ്ടാക്കിയിട്ട് എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് സാന്ദീപനി വരൂ, നിങ്ങൾ ഇന്ന് ഞാൻ ഫിസിക്സ് പഠിപ്പിക്കാം, വരൂ ഞാൻ നിങ്ങളെ കെമിസ്ട്രി പഠിപ്പിക്കാമെന്നൊന്നും പറഞ്ഞിട്ടുള്ളൂ. വർഷത്തിൽ വളരെ കുറച്ച് ദിവസമേ പഠിപ്പിക്കൂ എന്നാണ് പറയാ. ഇന്ത്യൻ വിദ്യാഭ്യാസ നൂറ്റാണ്ടുകളിലൂടെ എന്ന പ്രൊഫസർ തായാട്ട് ശങ്കറിന്റെ പുസ്തകമാണ്, നിങ്ങൾക്ക് വാങ്ങി വായിച്ചു നോക്കാം. അപ്പൊ എന്താ 33 വർഷമായിട്ട് 33ാമത്തെ പ്രഭാഷണമാണ്. എന്നോട് നേരത്തെ തന്നെ മാഡം പറഞ്ഞു അത് ശശി തരൂരും സുനിൽ പി ഇളയിലും ഒക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അതുകൊണ്ടൊക്കെയാണ് ഇത്രയും നേരം സംസാരിച്ചത് കേട്ടോ. ഇതൊന്നും പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴും അവസാനിപ്പിച്ചേനെ ഇതെല്ലാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം നിങ്ങളോട് സംസാരിച്ചത്. ഇത്രയും നേരം 1 മണിക്കൂർ ഞാൻ നിങ്ങളോട് സംസാരിച്ചു. അപ്പോൾ നിങ്ങളോട് അതിക്രൂരമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. നിങ്ങളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ നിങ്ങളെ വളരെ കുറച്ചേ ഓർക്കാൻ സാധ്യതയുള്ളൂ, പക്ഷെ നിങ്ങൾ എന്നെ ഓർക്കാൻ സാധ്യതയുണ്ട്. ഇതിൻ്റെ ശത്രുത മനസ്സിൽ വെക്കരുത്. നിങ്ങളെല്ലാവരും എവിടെ വെച്ച് കണ്ടാലും എന്നോട് സ്നേഹപൂർവ്വം പെരുമാറണം. ഇത് വലിയ മഹത്തായിട്ടുള്ള ഒരു സംരംഭമാണ് എന്ന് ഞാൻ ഈ പ്രസംഗത്തിന് വിളിച്ചതുകൊണ്ട് പറയുന്നതല്ല, കണ്ടതുകൊണ്ട് പറയുന്നതാണ്. ഇതിൻ്റെ ഈ ടെറൈൻ്റെ സ്വഭാവം മനസ്സിലാക്കിയിട്ട് വളരെ പ്രകൃതിക്ക് അനുരോധമായി ഇത് ചെയ്യാൻ സന്മനസ് കാണിച്ചു എന്നുള്ളതിൽ അസറ്റ് ഹോംസിന്റെ ഭാരവാഹികൾ അഭിനന്ദനം അർഹിക്കുന്നുണ്ട്, അനുമോദനം അർഹിക്കുന്നുണ്ട്. ആ അനുമോദനം രേഖപ്പെടുത്തി ഞാനിത് ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.